മധ്യപ്രദേശിലെ ജബൽപൂരിൽ കുതിരകൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ ഒരു കുതിര ഓട്ടോറിക്ഷയിലേക്ക് ചാടിക്കയറി എന്ന വാർത്ത. 2 യാത്രക്കാർക്ക് പരിക്കേറ്റു. 20 മിനിറ്റോളം ഈ കുതിര ഓട്ടോറിക്ഷയിൽ തന്നെ കുത്തിയിരുന്നു, കുടുങ്ങിപ്പോയി. ഓട്ടോറിക്ഷയുടെ കളി അതാ കളി. ഓട്ടോറിക്ഷയിലൊക്കെ കയറാൻ പറ്റില്ല. ഈ ഡ്രൈവർ ആ കുതിരയുടെ കീഴിൽ തിരിക്കും. വിശദാംശങ്ങളുമായി വിനീത വിജി ഡൽഹിയിൽ നിന്ന് ചേരുന്നു. വിനീത, ഈ കുതിരയെ രക്ഷപ്പെടുത്തിയോ ഇല്ലയോ എന്ന് ആദ്യം പറയൂ. അതാണ് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ആദ്യം കേൾക്കേണ്ടത്. ആശ്വാസവാക്ക് ആദ്യം. വെരി ഗുഡ് മോർണിംഗ് എസ്കെൻ. കുതിരയെ സുരക്ഷിതമായി രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ കുതിരയ്ക്ക് ചെറിയ ചില പരിക്കുകൾ ഉണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എസ്കെൻ, ഇത് മധ്യപ്രദേശിലെ ജബൽപൂരിലാണ് ഈ സംഭവം കഴിഞ്ഞ ദിവസമാണ് ഉണ്ടായത്. ഈ മേഖലയിൽ കുതിരകൾ ഇങ്ങനെ പതിവായി നിരത്തിലേക്ക് ഇറങ്ങി ഇങ്ങനെ ഏറ്റുമുട്ടുകയും അവിടെ ഉണ്ടാകുന്ന യാത്രക്കാരെയൊക്കെ തന്നെ ബുദ്ധിമുട്ടിലാക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് പ്രദേശവാസികൾ പറയുന്നത് ഞങ്ങൾ പലതവണ ഇവിടെയുള്ള അധികൃതരോടൊക്കെ തന്നെ ഇക്കാര്യം പറഞ്ഞതാണ്. പക്ഷേ ഇത് നിയന്ത്രിക്കുന്നതിനോ ഇത് തടയുന്നതിനോ ഒന്നും യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഇന്നലെയും സമാനമായിട്ടുള്ള സംഭവം ഉണ്ടായി. 2 കുതിരകൾ തമ്മിൽ ഈ നടു റോട്ടിലിറങ്ങി നിന്നവർ ഏറ്റുമുട്ടുകയായിരുന്നു. ഇതിനിടയിലാണ് അതുവഴി വന്ന ഒരു ഓട്ടോയിലേക്ക് ഈ കുതിരകളിൽ ഒന്ന് ചാടിക്കയറിയത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഈ ഓട്ടോറിക്ഷയുടെ മുന്നിലുള്ള ഗ്ലാസിനിടയിലൂടെയാണ് ഈ കുതിര ഈ ചാടിക്കയറിയിരിക്കുന്നത്. അത് ഈ ഡ്രൈവർ ഇരിക്കുന്ന സീറ്റിലേക്കാണ് ആ ചാടിക്കയറിയത്. ഒപ്പം തന്നെ ഏതാണ്ട് 20 മിനിറ്റോളമാണ് ഈ കുതിര ഓട്ടോറിക്ഷയിൽ കുടുങ്ങിപ്പോയത്. പിന്നാലെ ഈ ആളുകൾ ഓടിക്കൂടി ഈ യാത്രക്കാരെ രക്ഷപ്പെടുത്തിയിരുന്നു. ഈ ഡ്രൈവർക്കും ഒപ്പം തന്നെ ഈ ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്ന ഒരു യാത്രക്കാരനും പരിക്കേറ്റിട്ടുണ്ട്. അതും നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാം. ആ പിന്നിലിരുന്ന ആളുടെ നെറ്റിക്കാണ് പരിക്കേറ്റിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ നെറ്റിയിൽ നിന്ന് ചോര പൊടിയുന്നുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഈ മുന്നിലിരുന്ന ഈ ഡ്രൈവർക്കും പരിക്കേറ്റിട്ടുണ്ട്. 20 മിനിറ്റോളം കുടുങ്ങിയ ഈ കുതിരയെ പിന്നീട് നാട്ടുകാരെത്തി പുറത്തേക്കെടുത്തു. കുതിര ഏതാണെങ്കിലും സുരക്ഷിതമായിരിക്കുന്നു. ഈ യാത്രക്കാർക്ക് പരിക്കേറ്റ യാത്രക്കാർക്കും ഗുരുതരമായിട്ടുള്ള പരിക്കല്ലെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എസ്കെ വിനീത, ആ കുതിര ഇങ്ങനെ നോക്കുന്നത് ശ്രദ്ധിച്ചോ? യഥാർത്ഥത്തിൽ പൈസ കൂട്ടി ചോദിച്ച് ഓട്ടോറിക്ഷ ഡ്രൈവർ കുറച്ചു നേരം മൗനത്തിലിരിക്കുമല്ലോ, അതേപോലെയാണ് കുതിരയുടെ ഇരിപ്പ്. എന്തൊക്കെയോ ഞാൻ ഓർമ്മിച്ചു പോയി. ഓക്കെ വിനീത, താങ്ക് യു വിനീത.